യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സൗന്ദര്യലഹരിയുടെ 14ാമത്തെ ശ്ലോകമാണ് ഇന്ന് ഞാൻ ചൊല്ലുന്നത്. ഓം ഗുരുഭ്യോ നമ. ഓം ശങ്കരാചാര്യ നമഃ. ഓം സദാശിവസമാരംഭ ശങ്കരാചാര്യമധ്യമ അസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുപരമ്പരാം. സൗന്ദര്യലഹരീകർത്രേ സർവമംഗളദായികേ ശങ്കരാചാര്യപര്യായ യതിരാജായ തേ നമഃ. ശ്ലോകം. ക്ഷിതോ ഷഡ്പഞ്ചാശത് ദിസമധിക പഞ്ചാശതുദകേ ഹുദാശേ ദ്വാദഷ്ടി ചതുരധിക പഞ്ചാശദനിലേ ദിവിഷത് മനസി ചതുരഷ്ടിരിതിയേ മയൂഖാസ്തേഷാം അപ്യുപരിതവ പാദാംബുജയുഗം. ഭൂമി മൂലാധാരത്തെ സൂചിപ്പിക്കുന്നു. 56 രശ്മികൾ മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ജലതത്വം മണിപൂരകത്തിന് 26 രശ്മികൾ, അനാഹത ചക്രത്തിൽ 54 രശ്മികൾ, ആകാശതത്വത്തിൽ വിശുദ്ധിയൊക്കെ 72 ആജ്ഞാചക്രം 64 രശ്മികൾ, സഹസ്രാചക്രത്തിലും അമ്മയുടെ 2 പാദാംബുജത്തിൽ നിന്നും രശ്മികൾ പ്രവഹിച്ച് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചക്രങ്ങളിൽ വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനൊക്കെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. മൂലാധാര ചക്രം നട്ടെല്ലിൻ്റെ ഏറ്റവും അടിയിൽ സ്ഥിതി ചെയ്യുന്ന 4 ദളങ്ങളുള്ള ചുവപ്പ് നിറമുള്ള ചക്രമാണ്. സ്വാധിഷ്ഠാന ചക്രം അത് ജലമാണ്. അതിൻ്റെ 6 ദളമുള്ള ജലതത്വം ഓറഞ്ച് കളർ. അഗ്നി മണിപൂരകം മഞ്ഞ കളർ 10 ഇതളുണ്ട്. അനാഹത ചക്രം ഹൃദയ ചക്രമെന്നും പറയും. ഇതിന് 12 ഇതൾ. ആകാശം വിശുദ്ധി ചക്രം നീല കളർ 16 ഇതൾ. ആജ്ഞാചക്രത്തിന് 2 ഇതളുണ്ട്. ഇതിൽ നിന്ന് പ്രാണശക്തി പ്രവഹിക്കുന്നതിനെ പറ്റിയാണ് ഈ ശ്ലോകം. വിശദീകരിച്ച് പറയാം. നാഡികളെല്ലാം തന്നെ മസ്തിഷ്കത്തിൽ നിന്നും പുറപ്പെട്ട് കഴുത്തിലൂടെ താഴോട്ടിറങ്ങി 2 കാലുകളിലേക്കും വിരലറ്റം വരെ വ്യാപിച്ചു കിടക്കുന്നു. മസ്തിഷ്കത്തിൽ നിന്നും പുറപ്പെട്ട് ശരീര മനസ്സുകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിച്ചുകൊണ്ട് 72,000 നാഡികൾ ശരീരമാസകലം വ്യാപിച്ചു കിടക്കുന്നു എന്നാണ് ഋഷിമാർ അഭിപ്രായപ്പെടുന്നത്. നമ്മുടെ ശിരസിൽ നിന്നും ആവിർഭവിച്ച് നട്ടെല്ലിനകത്തൂടെ 2 കാൽപാദങ്ങളുടെ വിരലറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന ഇട, പിംഗള, സുഷുമ്ന എന്നിവയാണ്. ഇവ ഇടനാഡി വലത്ത് കാൽ പെരുവിരൽ തുമ്പിൽ നിന്നും ആരംഭിച്ച് നട്ടെല്ലിൻ്റെ ഇടതുഭാഗത്തുകൂടി സഞ്ചരിച്ച് ഇടത് കണ്ണിൻ്റെ പുറകിലായി അവസാനിക്കുന്നു. ഇത് ശീതഗുണമുള്ളതാണ്. ശരീരത്തെ തണുപ്പിക്കുകയാണ് ഈ നാഡി ചെയ്യുന്നത്. അതുപോലെ ഇടനാഡി ഇടത് നാസാരന്ധ്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇടത് നാഡീരന്ധ്രത്തിലൂടെ ശ്വസിക്കുമ്പോൾ ഇടനാഡിയുടെ പ്രാണൻ പ്രവഹിക്കുന്നു. പിംഗളനാഡി ഇടത് കാൽ പെരുവിരൽ അഗ്രം മുതൽ വലത് കണ്ണിൻ്റെ പിൻവശം വരെ വ്യാപിച്ചു കിടക്കുന്ന ഉഷ്ണഗുണത്തോടു കൂടിയതാണ്. ഇത് ശരീരത്തിൽ ഉഷ്ണത്തെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇട, പിംഗള എന്നിവ യഥാക്രമം ഇടത് നാസാരന്ധ്രത്തിലും വലതു നാസാരന്ധ്രത്തിലും അവസാനിക്കുന്നു. നട്ടെല്ലിനകത്ത് സുഷുമ്നായ്ക്കിരുവശത്തുമായി സ്ഥിതി ചെയ്യുന്ന ഇടനാഡി ഈ നാഡികളെ ചന്ദ്രനാഡിയെന്നും സൂര്യനാഡിയെന്നും പറയപ്പെടുന്നു. മധ്യഭാഗത്തുള്ള സുഷുമ്നാനാഡി ശിരസിലെ ബ്രഹ്മരന്ധ്രത്തിൽ നിന്നും പുറപ്പെട്ട് നട്ടെല്ലിലൂടെ താഴേട്ടിറങ്ങി മലദ്വാരത്തിന് അടിയിലായി മൂലാധാരം വരെ വ്യാപിച്ചു കിടക്കുന്നു. ബോധോദയവുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ട് കിടക്കുന്നത് സുഷുമ്നാ നാഡിയാണ്. ഇത് സമശീതോഷ്ണാവസ്ഥയിലുള്ളതും ഇതിലൂടെയാണ് പ്രാണപ്രവാഹം ബോധോദയത്തിലേക്ക് നയിക്കുന്നത്. നാഡീവ്യൂഹത്തിലൂടെ ജീവശക്തി അഥവാ പ്രാണൻ
ഒഴുകി വിവിധ അവയവങ്ങളിലെത്തുമ്പോൾ അവ പ്രവർത്തിക്കുകയും ജീവൻ നിലനിർത്തുകയും ചെയ്യുന്നു. ഈ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മനസ്സിലാവുന്നത്. നമസ്തേ.